അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നത്, കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നത്. അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാകണേ. ബുറാഖെന്ന വാഹനം വന്നു. അള്ളാഹുവിന്റെ കൂട്ടുകാരനെ അള്ളാഹു വിളിക്കുകയാണ്. ബുറാഖ് പാറി പറക്കുകയാണ്. ഏഴാകാശവും കടന്ന് ആലമുൽ ജബറൂത്തും കടന്ന് ആലമുൽ മലക്കൂത്തും കടന്ന് ആലമുൽ നാസൂത്തും കടന്ന് അതാ 7 ആകാശങ്ങളിലെ മലക്കുകൾ കാവല് നിൽക്കുന്നു. ഓരോ പ്രവാചകന്മാരും വിളിക്കുന്ന നബിയെ കടന്നു വരിക. 2 പ്രേമബാധനങ്ങളുടെ കൂടി സങ്കല്പമാണിത്. ഓ നബിയെ കടന്നു വരിക, കടന്നു വരിക. ഓരോ പ്രവാചകന്മാര് സലാം ചൊല്ലി ലക്ഷക്കണക്കിന് മലക്കുകൾ സ്വാഗതമോദി അവസാനമതാ ഒരു ഭാഗമെത്തുമ്പോൾ ജിബ്രീൽ പറക്കുകയാണ്, ബുറാഖ് പറക്കുകയാണ്. വല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുൻതഹാ മഖാമു വൽ മഖാമു മഹ്മൂദു. ബുറാഖ് പറക്കുകയാണ്. ജിബ്രീൽ ഡ്രൈവറാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. ഒരു സ്ഥലമെത്തുമ്പോൾ ജിബ്രീൽ പറയുന്നു, ഞാനിനി വരുന്നില്ല നബിയേ, ഞാനിനി വരുന്നില്ല നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഇവിടെ വരെ പറയാനേ ജിബ്രീലിന് അനുവാദമുള്ളൂ. ഒന്നുകൂടി ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്, ഒന്നുകൂടി തിരിച്ചു കേൾക്കുക. ജിബ്രീൽ ആരാണെന്നറിയുമോ? മുഖറബായ മലക്കാണ്. നമ്മൾ പറയാറുണ്ട് ജിബ്രീൽ മുഖറബായ മലക്കാണ്, അല്ലാഹുവോട് ഏറ്റവും അടുത്ത മലക്കാണ്. ആ മലക്കിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സീമന്തരേഖയുണ്ട്. അവിടെ എത്തുമ്പോൾ മുഖറബ് ഏറ്റവും അടുത്ത ആൾ, അല്ലാഹുവോട് ഏറ്റവും അടുത്തയാൾ പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് അനുമതിയില്ല. അല്ലാഹുവിന്റെ റസൂലേ കടന്നു പോവുക. മുഖറബായ മലക്കിനെ കടക്കാത്തടത്തോട്ട് മുഖറബായ മനുഷ്യൻ കടക്കുകയാണ്. പ്രകാശത്താൽ സൃഷ്ടിച്ച മാലാഖയ്ക്ക് കടക്കാൻ കഴിയാത്തടത്തേക്ക് മണ്ണുകൊണ്ട് പടച്ച മനുഷ്യൻ കടന്നുപോയ ചരിത്രമാണ് മേറാജ്. മേറാജ് മേറാജ് ആ മലക്കിന് പോലും പ്രവേശനാനുമതിയില്ല. നബിയെ കടന്നുപോയിക്കൊള്ളുക. ഏറ്റവും അടുപ്പമുള്ളവർക്ക് അങ്ങനെയാണല്ലോ, ആർക്കും കടക്കാത്തവർക്ക് അവർക്ക് കിടക്കാമല്ലോ. അള്ളാന്റെ റസൂലെത്തി, അള്ളാന്റെ തൊട്ടുമുമ്പിലെത്തി. കൂട്ടുകാരനും കാണുകയാണ്. കണ്ടപ്പോൾ എത്രയോ നാളുകളായി കാണാതിരുന്ന് കണ്ടപ്പോ ആദ്യമായിട്ട് കാണുകയല്ലേ. ഏത് കൂട്ടുകാരനെ കാണാൻ പോയാലും നമ്മുടെ കയ്യിലൊരു പൊതിയുണ്ടാകുമല്ലോ. അള്ളാന്റെ റസൂല് തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ചതെന്താ? അത്തഹിയാത്ത് മുബാറകാത്ത് സലവാത്ത് തയ്യിബാത്തു ലില്ലാഹ്. സർവ തിരുമുൽക്കാഴ്ചയും അല്ലാഹുവേ നിനക്കാണ്. കൂട്ടുകാരന്റെ മുമ്പിൽ തിരുമുൽക്കാഴ്ച അർപ്പിക്കുമ്പോ അല്ലാഹു തിരിച്ചു മറുപടി പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതു. 2 കൂട്ടുകാർ കൂടി ചേർന്ന കൂടിക്കാഴ്ചയാണ് ഇന്ന് നിസ്കാരത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അവസാനം അല്ലാഹുവും പ്രവാചകനും പ്രേമബാധനങ്ങൾ തമ്മിൽ കണ്ടു. അവസാനം തിരിച്ചു വരാൻ നേരത്ത് അല്ലാഹു പറഞ്ഞു, കൂട്ടുകാരാ വെറുതെ പോകണ്ട, കയ്യിലൊരു സമ്മാനം വെച്ചോ. കൂട്ടുകാര് തമ്മിൽ കൂടിച്ചേർന്നപ്പോ അവിടെ വെച്ച് കൊടുത്തു വിട്ട സമ്മാന പൊതിയാണ് 5 വഖത്ത് നിസ്കാരമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിഅ്റാജ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു. പിന്നീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ ആഗ്രഹമല്ലേ ഒന്നുകൂടി കാണണം. ഒന്ന് കണ്ടാ പിന്നെ വലിയ ആഗ്രഹം, പിന്നെ കാണാം. അത് ദുനിയാവിലുള്ള സ്വഭാവം. നമുക്കൊന്ന് മിന്നായം പോലെ കണ്ടു. ഇപ്പൊ മിഅ്റാജിന് പോയിട്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റുമോ? പോണ വഴിക്ക് മിന്നായം പോലെ ഒന്ന് കണ്ടു. ഒന്ന് കാണാതിരുന്നാ കുഴപ്പമില്ല, ഒന്ന് അറിയാതെ ഒന്ന് പെട്ടെന്ന് കണ്ടു. പക്ഷെ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ്. ഇതാണ് അള്ളാഹനെ കൂട്ടുകാരനാക്കണോന്ന് പറഞ്ഞ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇതൊന്നും അല്ല. സഹാബാക്കൾ അള്ളാഹുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്, പ്രവാചകന്മാര് കൂട്ടുകൂടിയതുണ്ട്, ഉലമാക്കള് കൂട്ടുകൂടിയതുണ്ട്, ശുഹദാക്കള് കൂട്ടുകൂടിയതുണ്ട്. ഞാൻ ഇതൊന്നും പറയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉള്ളിൽ മാത്രം നിർത്തുകയാണ്. ഇത് മാത്രം പറഞ്ഞ് നമ്മുടെ 4 ദിവസം കഴിയും. ഖുർആനാണ് ഞാൻ ഇത്തരം പറയുന്നത്. ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല, ഖുർആൻ മാത്രം. അങ്ങനെയല്ലേ, നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും കാണണമെന്ന് തോന്നും. അങ്ങനെയല്ലേ?
അല്ലെ, ഒന്നും മിന്നായം പോലെ കണ്ടു. പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും എപ്പോഴും കാണണം. അള്ളാന്റെ റസൂല് തിരിച്ചു വന്നു, അള്ളാനെ ഒന്ന് കണ്ടു. പിന്നെ റസൂലുള്ളാഹിയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എന്താ? തന്റെ കൂട്ടുകാരനെ ഇനിയും കാണണം. അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകട്ടെ. റസൂലുള്ളാഹിയുടെ പിന്നെയുള്ള ചിന്ത മുഴുവനും ഒരിക്കൽ കൂടി തന്റെ കൂട്ടുകാരന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്ന ചിന്തയായിരുന്നു. വീണ്ടും വീണ്ടും കാണണമെന്ന ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി ഈ കൂട്ടുകെട്ടിന്റെ സമാപനം ഇങ്ങനെ നമുക്ക് വായിക്കാം. മരിക്കുന്ന സമയത്തും ഒരു കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്നേഹബന്ധം എത്ര വലിയ ബന്ധമാണ്. പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ കഴിഞ്ഞ റസൂലുള്ളാഹിയും അള്ളാഹുവും അവസാനം റസൂലുള്ളാഹിക്ക് പനി വന്നു. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കൈ മുഴുവനും കുഴഞ്ഞു. ആ സമയത്താണ് വരുന്നത്, വാതിലൊരു മുട്ട് കേൾക്കുന്നു. മംബിൽ ബാബിയ ഫാത്തിമ. നമുക്കെല്ലാവർക്കും അറിയാം ഫാത്തിമ വാതിൽ തുറക്കാരാന്ന് നോക്ക്. അവിടെ ചെന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഞാൻ അസ്രായിലാണ്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. നബിയെ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, അങ്ങക്ക് സമ്മതമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്രായിൽ തിരിച്ചുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ജിബ്രീലെ, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ എന്റെ നെടല് പോലെ കടന്നു വന്ന ജിബ്രീലെ, ഞാൻ മരിച്ചാൽ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞാൽ എന്റെ സമൂഹത്തിന്റെ കാര്യം അത് അള്ളാഹു ഏറ്റെടുത്തോളും, നബിയെ പേടിക്കണ്ട. എന്നാൽ അസ്രായിലിനോട് വരാൻ പറയ്, എനിക്ക് എന്റെ കൂട്ടുകാരനെ കാണാൻ. അസ്രായിൽ വന്നു. അള്ളാന്റെ റസൂല് ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. റസൂലുള്ളാഹിയുടെ പെരുവരളി അസ്രായിൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. റൂഹ് പിടിച്ച് അള്ളാന്റെ റസൂലിന്റെ തൊണ്ടക്കുഴിയിലെത്തി. പ്രവാചകന് മരണവേദന സഹിക്കാൻ കഴിഞ്ഞില്ല. പെടഞ്ഞുപോയി റസൂലുള്ളാഹ്. തൊട്ടടുത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കണ്ണീരോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ, അലാ ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിലവിളി കേൾക്കുമ്പോ പിതാവ് മരിക്കാൻ പോവുകയാണ്. തൊട്ടടുത്തിരുന്ന് പൊന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. യാ ബതാ വാ കർബാബാ യാ മൻ നജാബ റബ്ബന ദാ ഇലാ ജിബ്രീൽ നനാ യാ മൻ ജന്നത്തുൽ ഫിർദൗസ് മഅവാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുമ്പോ പിതാവിന്റെ മരണ ദുഃഖത്തിന്റെ നടുവിൽ മകളിരുന്ന് വിലപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന നബിയേ. ഫാത്തിമ ബീവിയുടെ നിലവിളി കേട്ടിട്ട് ഭാര്യമാര് പൊട്ടിക്കരയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടു ചലിക്കുകയാണ്. ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്നറിയാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചുണ്ടിലേക്ക് ചെവി സൂക്ഷിച്ചു വെക്കുമ്പോ ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്താ? ഈ കൂട്ടുകെട്ട് ബന്ധിന്റെ സമാപനം പോലെ അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ. എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കല്ല ചെറുപ്പക്കാരാ. എന്തായി പറയുന്നത്, എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിലുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ, റഫീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുകാരനെന്നല്ലേ. മരണത്തിന്റെ മടിത്തട്ടിലേക്ക് മയങ്ങി വീടുമ്പോ ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അർറഫീഖിൽ അലാ എന്ന് പറഞ്ഞാൽ എന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നെന്ന് തന്റെ കൂട്ടുകാരനെ കാണാൻ, താൻ സ്നേഹിച്ച തന്റെ അല്ലാഹനെ കാണാൻ, അല്ലാഹുവിന്റെ കായിലോട്ട് കടന്നു പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രേമബന്ധത്തിന്റെ അവസാന വാക്ക് പോലെ
അള്ളാന്റെ റസൂല് കണ്ണടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്, കോളേജിന്റെ ക്യാമ്പസിന്റെ വാഗമരത്തിന്റെ പുറകില് പൂത്തുലയുന്ന പ്രേമബന്ധമല്ല, പാതിരാ സമയത്ത് ബാർ ഹോട്ടൽ ഉണ്ടാകുന്ന സ്നേഹബന്ധമല്ല, ആണും പെണ്ണും തമ്മിൽ മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന പ്രേമബന്ധമല്ല. നമുക്കും ഒരു കൂട്ടുകാരുണ്ടാവണം. ആ കൂട്ടുകാരായിരിക്കണം ആഖിറത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, എപ്പോഴും നമുക്ക് ആഖിറത്തിന് വേണ്ടി മാത്രമുണ്ടാകുന്ന കൂട്ടുകെട്ടുണ്ടാവണം.